നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. കുവൈറ്റിൽ ക്രിമിനൽ നടപടിക്രമങ്ങളും വിചാരണകളുമായി ബന്ധപ്പെട്ട നിയമത്തിലെ 17-ാം അനുച്ഛേദം ഭേദഗതി ചെയ്യുന്ന കരട് നിയമത്തിന് കുവൈറ്റ് മന്ത്രിസഭയുടെ അംഗീകാരം. ഭേദഗതി ചെറിയ കേസുകളിൽ പൂർണ്ണമായും ഇലക്ട്രോണിക് രീതിയിൽ വിധികൾ പുറപ്പെടുവിക്കാൻ കോടതികൾക്ക് അനുമതി നൽകുന്നത്. സൗദിയിലെ കെട്ടിട വാടക നിയന്ത്രിക്കാൻ വിവിധ പദ്ധതികളുമായി സൗദി റിയൽ എസ്റ്റേറ്റ് ജനറൽ അതോറിറ്റി പുതിയ നിയമം കൊണ്ടുവരും. ജുമുഅ ഖുതുബയിലൂടെ ബോധവൽക്കരണം നടത്തും. രസതന്ത്ര നൊബേൽ 3 പേർക്ക് സുസുമു കിറ്റാഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ യാഗി എന്നിവർ പുരസ്കാരം പങ്കിട്ടു. അംഗീകാരം മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കുകൾ വികസിപ്പിച്ചതിന്. നൊബേൽ സമ്മാനം നേടുന്ന ആദ്യ സൗദി പൗരനായി ഉമർ ബിൻ യൂനുസ് യാഗി. ശബരിമലയിലെ സ്വർണം നഷ്ടപ്പെട്ടതിൽ 3-ാം ദിനവും നിയമസഭ പ്രക്ഷുബ്ധം. വാച്ച് വാർഡും പ്രതിപക്ഷാംഗങ്ങളും തമ്മിൽ ഉന്തും തള്ളും. പ്രതിപക്ഷത്തിന്റേത് സഭയ്ക്ക് ചേരാത്ത നടപടികളെന്ന് മുഖ്യമന്ത്രി. പ്രകോപനമുണ്ടാക്കിയത് മുഖ്യമന്ത്രിയുടെ നിലപാടെന്ന് വി ഡി സതീശൻ. ദ്വാരപാലക ശില്പം കോടീശ്വരന് വിറ്റത് കടകംപള്ളി സുരേന്ദ്രൻ അറിയാമെന്ന് പ്രതിപക്ഷ നേതാവ്. ആരോപണം തെളിയിക്കണമെന്ന് കടകംപള്ളി സുരേന്ദ്രൻ. കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിക്കിടെ ഡോക്ടർക്ക് തലയിൽ വെട്ടേറ്റു. ആക്രമിച്ചത് മസ്തിഷ്ക ജ്വരം ബാധിച്ചു മരിച്ച കുട്ടിയുടെ പിതാവ്. സനൂപിനെതിരെ വധശ്രമത്തിന് കേസ്. ശക്തമായ നിയമ നടപടിയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ജോലി സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് KGMOയെ. നാളെ കോഴിക്കോട് ജില്ലയിലെ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാർ പണിമുടക്കും. വയനാട് ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളില്ലെന്ന് കേന്ദ്രം ഹൈക്കോടതിയിൽ. ബാങ്കുകൾ സ്വതന്ത്ര സ്ഥാപനങ്ങളായതിനാൽ സർക്കാർ നേരിട്ടിടപെടില്ലെന്ന് സത്യവാങ്മൂലം. അസ്വസ്ഥതയുണ്ടാക്കുന്ന നിലപാടെന്നും അംഗീകരിക്കാനാകില്ലെന്നും കോടതി. ദുരന്തബാധിതരുടെ ജപ്തി വിലക്കി. കടുത്ത പ്രതിഷേധമറിയിച്ച മന്ത്രി കെ രാജൻ. കേന്ദ്ര നിലപാട് ഞെട്ടിപ്പിക്കുന്നതെന്ന് പ്രിയങ്ക ഗാന്ധി. സൗദി അറേബ്യയിൽ കുത്തനെ ഉയരുന്ന കെട്ടിടങ്ങളുടെ വാടക നിയന്ത്രിക്കാൻ വിവിധ പദ്ധതികളുമായി സൗദി റിയൽ എസ്റ്റേറ്റ് ജനറൽ അതോറിറ്റി രംഗത്ത്. ജുമുഅ ഖുതുബയിലൂടെ ബോധവൽക്കരണം നടത്തിയും നിയമം കൊണ്ടുവന്നുമാണ് വാടക നിയന്ത്രിക്കാൻ ഒരുങ്ങുന്നത്. സൗദിയുടെ തലസ്ഥാന നഗരിയായ റിയാദിൽ 5 വർഷത്തേക്ക് വാടക വർധന കഴിഞ്ഞ മാസം 25 മുതൽ നിരോധിച്ചിരുന്നു. ഇതിന് സമാനമായി സൗദിയിലെ മുഴുവൻ നഗരങ്ങളിലും പ്രവിശ്യകളിലും പാർപ്പിട വാണിജ്യ വാടക പ്രതിവർഷം വർദ്ധിപ്പിക്കുന്ന സമ്പ്രദായം വിലക്കുന്നതിനെക്കുറിച്ച് പഠിക്കുന്നതായി സൗദി റിയൽ എസ്റ്റേറ്റ് ജനറൽ അതോറിറ്റി വക്താവ് തൈസീർ അൽ മുഫ്രജ് വെളിപ്പെടുത്തി. രാജ്യത്തെ വിവിധ നഗരങ്ങളിലെ റിയൽ എസ്റ്റേറ്റ് സൂചകങ്ങൾ അതോറിറ്റി ശക്തമായി നിരീക്ഷിക്കുന്നു. ഓരോ നഗരത്തിൻ്റെയും വിപണി മാനദണ്ഡങ്ങൾക്കും നിരീക്ഷണ ഫലങ്ങൾക്കും അനുസൃതമായി വ്യവസ്ഥകൾ നടപ്പാക്കുമെന്നും അൽ മുഫ്രജ് വ്യക്തമാക്കി. സുൽഫിഖറുദായി, അമൃത ന്യൂസ്, ജിദ്ദ. കുവൈറ്റിൽ ക്രിമിനൽ നടപടിക്രമങ്ങളും വിചാരണകളുമായി ബന്ധപ്പെട്ട 1960 നിയമത്തിലെ 17-ാം അനുച്ഛേദം ഭേദഗതി ചെയ്യുന്ന കരട് നിയമത്തിന് കുവൈറ്റ് മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. ചെറിയ കേസുകളിൽ പൂർണ്ണമായും ഇലക്ട്രോണിക് രീതിയിൽ വിധികൾ പുറപ്പെടുവിക്കാൻ കോടതികൾക്ക് അനുമതി നൽകുന്നതാണ് ഈ ഭേദഗതി. കേസിന്റെ ആരംഭം മുതൽ വിധി പുറപ്പെടുവിക്കുന്നത് വരെയുള്ള നടപടിക്രമങ്ങളാണ് പുതിയ ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേസുകളിൽ വേഗത്തിലുള്ള വിധി പ്രഖ്യാപനം നടത്തുവാനും കോടതികളുടെയും വ്യവഹാരികളുടെയും ഭാരം ഗണ്യമായി കുറക്കുവാനും കുറ്റകൃത്യങ്ങളിൽ പിടിച്ചെടുത്ത വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനും അവയുടെ സൂക്ഷിപ്പ് കാലയളവ് നിർണ്ണയിക്കുന്നതിനുമുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുവാനും കേസിൽ വിധി പുറപ്പെടുവിക്കുന്നതിന് മുൻപ് അന്വേഷണത്തിനോ കേസിന്റെ വിധി നിർണ്ണയത്തിനോ ആവശ്യമില്ലാത്ത പിടിച്ചെടുത്ത വസ്തുക്കൾ നശിപ്പിക്കുന്നതിന് ഉത്തരവാദിയായ അധികാരിയെ നിർണ്ണയിക്കുവാനും പുതിയ ഭേദഗതിയിലൂടെ എളുപ്പമാകും. 2025 രസതന്ത്ര നൊബേൽ പുരസ്കാരം 3 പേർ പങ്കിട്ടു. സുസുമു കിറ്റാഗാവ, റിച്ചാർഡ് റോബ്സൺ, ഉമർ ബിൻ യൂനുസ് യാഗി എന്നിവരാണ് പുരസ്കാര ജേതാക്കൾ. മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കുകളുടെ വികസനത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. നൊബേൽ സമ്മാനം നേടുന്ന ആദ്യ സൗദി പൗരൻ എന്ന റെക്കോർഡ് സൗദി ശാസ്ത്രജ്ഞൻ ഉമർ ബിൻ യൂനുസ് യാഗി സ്വന്തമാക്കി. മരുഭൂമിയിലെ വായുവിൽ നിന്ന് ജലം ശേഖരിക്കാനും അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് അടക്കമുള്ള വാതകങ്ങൾ പിടിച്ചെടുക്കുവാനും പറ്റുന്ന വസ്തുക്കൾ നിർമ്മിക്കുന്നതും സാധ്യമാക്കിയ കണ്ടുപിടുത്തമാണ് ശാസ്ത്രജ്ഞർ നടത്തിയത്.
പുരസ്കാര ജേതാക്കൾ പുതിയതരം തന്മാത്രാഘടന വികസിപ്പിച്ചെടുത്തുവെന്ന് റോയൽ സ്വീഡിഷ് അക്കാദമി ഓഫ് സയൻസസ് വ്യക്തമാക്കി. സുസുമോ കിറ്റഗാവയും റിച്ചാർഡ് റോബ്സണും ഒമറും യാഖിയും കാലിഫോർണിയ സർവകലാശാലയുടെ ഭാഗമായിരുന്നപ്പോൾ 1984-നും 85-നും ഇടയിൽ നടത്തിയ ഗവേഷണത്തിനാണ് അംഗീകാരം. ജപ്പാനിലെ കോട്ടോ സർവകലാശാലയിൽ നിന്ന് ഹൈഡ്രോ കാർബൺ രസതന്ത്രത്തിൽ PhD നേടിയ സുസുമോ കിറ്റഗാവ ഹംബോൾട്ട് ഗവേഷണ പുരസ്കാരം, ഡിജെനെസ് പുരസ്കാരം തുടങ്ങിയ അവാർഡുകൾ മുൻപ് നേടിയിട്ടുണ്ട്. നിലവിൽ കോട്ടോ സർവകലാശാലയിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. UK-യിൽ ജനിച്ച ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ രസതന്ത്രം പഠിച്ച റിച്ചാർഡ് റോബ്സൺ ഇപ്പോൾ മെൽബൺ സർവകലാശാലയിലാണ് പ്രവർത്തിക്കുന്നത്. ജോർദാനിലെ അമാനിൽ ജനിച്ച ഒമറം യാഖി US-ലെ ഇലിനോയ്സ് ഒർബാന ചാമ്പ്യൻ സർവകലാശാലയിൽ നിന്ന് PhD പൂർത്തിയാക്കിയിരുന്നു. ഇപ്പോൾ കാലിഫോർണിയ സർവകലാശാലയിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. 11 ദശലക്ഷം സ്വീഡിഷ് ക്രൗൺ, അതായത് $12 ലക്ഷം വിജയികൾക്ക് സമ്മാനത്തുകയായി ലഭിക്കുക. ആൽഫ്രഡ് നൊബേലിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് ഡിസംബർ 10-ന് സ്റ്റോക്ക്ഹോമിൽ നടക്കുന്ന ചടങ്ങിൽ സ്വീഡിഷ് രാജാവ് നൊബേൽ ജേതാക്കൾക്ക് മെഡലുകൾ സമ്മാനിക്കും. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ലഗേജ് ഓഫറുമായി എയർ ഇന്ത്യ എക്സ്പ്രസ്. GCC രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവർക്കാണ് ആനുകൂല്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഒരു ദിർഹം, ഏകദേശം 23 ഇന്ത്യൻ രൂപ അധികം നൽകിയാൽ 10 കിലോ അധിക ലഗേജ് അനുവദിക്കും. ദീപാവലി ഉൾപ്പെടെയുള്ള ആഘോഷ ദിനങ്ങൾ പരിഗണിച്ചാണ് ആനുകൂല്യമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു. ഈ മാസം 31-നകം ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും നവംബർ 30-നകം യാത്ര നടത്തുകയും ചെയ്യുന്നവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. നേരത്തെ ബുക്ക് ചെയ്ത ടിക്കറ്റിൽ ഈ ആനുകൂല്യം ലഭിക്കില്ലെന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ അറിയിച്ചു. കുവൈറ്റിൽ ബസ്സുകൾക്കായി പ്രത്യേക അതിവേഗ പാതകൾ പഠിക്കാനും അവ പൊതുഗതാഗത ശൃംഖലയുമായി ബന്ധിപ്പിക്കാനും വേണ്ടിയുള്ള നിർദ്ദേശത്തിന് മുനിസിപ്പാലിറ്റിയുടെ അംഗീകാരം. കുവൈറ്റിലെ നഗരപ്രദേശങ്ങളെയും തെക്കൻ പ്രാദേശിക മേഖലകളെയും അൽ മുത്ല റെസിഡൻഷ്യൽ സിറ്റി, സാദ് അൽ അബ്ദുള്ള സിറ്റി തുടങ്ങിയ പുതിയ താമസ കേന്ദ്രങ്ങളെയും ബന്ധിപ്പിക്കുന്ന രീതിയിലായിരിക്കും ഈ സംയോജനം. അംഗീകാരം ലഭിച്ചതോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട അധികാരികളുമായി ഉടൻ തന്നെ ഏകോപനം നടത്തുമെന്നും അധികൃതർ അറിയിച്ചു. ബസ് റാപ്പിഡ് ട്രാൻസിറ്റ് എന്ന ഈ സ്വന്തമായി വേർതിരിച്ച പാതയിലൂടെ വലിയ ശേഷിയുള്ള ബസ്സുകൾ ഉപയോഗിച്ച് വേഗത്തിൽ യാത്ര ചെയ്യാൻ ഈ പൊതുഗതാഗത സംവിധാനത്തിന് ആകും. കുവൈറ്റിൽ 2025-2026 വികസന പദ്ധതിയുടെ ഭാഗമായി പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ 5 തന്ത്രപ്രധാന വികസന പദ്ധതികൾക്ക് അംഗീകാരം നൽകി. ഇതിൽ 4 പുതിയ പദ്ധതികളും ഒരു നിലവിലുള്ള പദ്ധതിയും ഉൾപ്പെടുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഏകീകൃത ഇലക്ട്രോണിക് പാട്ടക്കരാർ പദ്ധതി. വാടക കരാറുകൾ നിയന്ത്രിക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്ത ഒരു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം നിർമ്മിക്കുന്നത് ഈ പദ്ധതിയുടെ ഭാഗമാണ്. പാട്ടക്കരാറുകളുടെ രജിസ്ട്രേഷനും ഡോക്യുമെന്റേഷനും ഏകീകരിക്കുക, വാടക ഇടപാടുകൾ സുഗമമാക്കുക, വാടകക്കാരൻ, കെട്ടിട ഉടമ, റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ എന്നിവ തമ്മിലുള്ള ബന്ധം വിവരണശേഖരണ ശൃംഖലയുമായി ബന്ധിപ്പിച്ച ഒരു ഓൺലൈൻ സംവിധാനത്തിലൂടെ ക്രമീകരിക്കുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ നിയമസഭയിൽ ഏറ്റുമുട്ടി ഭരണ പ്രതിപക്ഷം. തുടർച്ചയായി 3-ാം ദിനവും സഭ പ്രക്ഷുബ്ധമായി. പ്രതിപക്ഷം ബഹിഷ്കരിച്ച് പുറത്തേക്കിറങ്ങി. സർക്കാരിന് ഒന്നിനെയും ഭയമില്ലെന്നും വസ്തുതകളെ ഭയക്കുന്നത് പ്രതിപക്ഷമാണെന്നും കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിപക്ഷത്തെ വിരട്ടാൻ മുഖ്യമന്ത്രി വരേണ്ട എന്നും ശക്തമായ പ്രക്ഷോഭവുമായി UDF മുന്നോട്ടെന്നും പ്രതിപക്ഷ നേതാവും വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി കടുത്ത പ്രക്ഷോഭമായിരുന്നു നിയമസഭയിൽ ഇന്നുണ്ടായത്. പ്ലക്കാർഡുകളും ബാനറും ഉയർത്തി നടുത്തളത്തിലിറങ്ങി ചോദ്യോത്തരവേള മുതൽ പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നു. ഇതിനിടെ സ്പീക്കറുടെ ചേംബറിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രതിപക്ഷവും വാച്ച് ആൻഡ് വാർഡും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഭരണപക്ഷ നിരയിൽ നിന്ന് മന്ത്രിമാർ ഉൾപ്പെടെ മുന്നോട്ട് വരികയും ചെയ്തു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് പ്ലീസ് അദ്ദേഹത്തോട് പറഞ്ഞോട്ടെ, ഇന്നലെ ഈ ഗാലറിയിൽ മുഴുവൻ കുട്ടികളായിരുന്നു. അവര് കണ്ടുപഠിക്കേണ്ട ഇതാണോ പാർലമെന്ററി പ്രൊസീഡിംഗ്സ്? കേരളത്തിൽ നമ്പാട് കുട്ടികൾ ഇന്നലെ ഗാലറിയിൽ ഇരുന്നപ്പോ അവര് കണ്ടത് നിങ്ങളുടെ പ്രതിഷേധമായിരുന്നു. സ്പീക്കറുടെ മുഖം മറച്ചിട്ട്, ജനാധിപത്യത്തിന് ഭൂഷണമല്ലാതെ ഒരു നിയമസഭാ സ്പീക്കറുടെ മുഖം മറച്ച്, സ്പീക്കർക്കും റൈറ്റ് ഉണ്ട്, നിയമസഭാ സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് ഇതാണോ കുട്ടികൾ നാളെ പഠിക്കേണ്ടത്? നിങ്ങളിൽ നിന്നാണോ ജനാധിപത്യം പഠിക്കേണ്ടത്? പാർലമെന്ററി പ്രൊസീഡിംഗ്സ് പഠിക്കേണ്ടത് നിങ്ങളിൽ നിന്നാണ് കുട്ടികൾ? ബഹളത്തിനിടയിലും ചോദ്യോത്തരവേള തുടർന്നെങ്കിലും അവസാനത്തെ 10 മിനിറ്റ് സ്പീക്കർക്ക് സഭ നിർത്തിവെക്കേണ്ടി വന്നു. തുടർന്ന് 10 മണിക്ക് സഭ പുനരാരംഭിച്ചപ്പോഴും പ്രതിപക്ഷം പ്രതിഷേധവുമായി വീണ്ടും നടുത്തളത്തിലിറങ്ങി. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യമുയർത്തി സഭ ബഹിഷ്കരിച്ച് പുറത്തേക്കിറങ്ങി. തുടർന്ന് സംസാരിച്ച മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന് വസ്തുതകളെ ഭയമാണെന്നും കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ സർക്കാർ നടപടി സ്വീകരിക്കുമെന്നും വ്യക്തമാക്കി. ഉന്നയിക്കുന്ന ഏത് പ്രശ്നത്തിനും വിശദീകരണം നൽകാൻ ഞങ്ങൾ തയ്യാറാണല്ലോ.
ഞങ്ങൾ മറുപടി പറയാൻ തയ്യാറാണല്ലോ. എന്തിനാണ് അവർ ഭയപ്പെടുന്നത്? എന്നാൽ പ്രതിപക്ഷത്തെ വിരട്ടാൻ മുഖ്യമന്ത്രി വരേണ്ടതില്ല എന്നും സഭയ്ക്കകത്തും പുറത്തും കടുത്ത പ്രക്ഷോഭം തുടരുമെന്നും പ്രതിപക്ഷ നേതാവും പറഞ്ഞു. മുഖ്യമന്ത്രി ഞങ്ങളെ ഭീഷണിപ്പെടുത്താനൊന്നും വരണ്ട. UDF-നെ ഭീഷണിപ്പെടുത്താനൊന്നും പ്രതിപക്ഷത്തെ ഭീഷണിപ്പെടുത്താനൊന്നും മുഖ്യമന്ത്രി ആയിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ സമരവുമായി ശക്തമായി ഞങ്ങൾ മുന്നോട്ട് പോകും. വരും ദിവസങ്ങളിലും സ്വർണ്ണപ്പാളി വിഷയം ഉയർത്തി സഭ പ്രക്ഷുബ്ധമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സ്വർണ്ണപ്പാളി വിഷയത്തിൽ സഭയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും നേർക്കുനേർ. ദ്വാരപാലക ശില്പം ഒരു കോടീശ്വരന്റെ വീട്ടിൽ കൊണ്ടുപോയി വിറ്റത് കടകംപള്ളി സുരേന്ദ്രൻ അറിയാമെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപണമുന്നയിച്ചു. പ്രതിപക്ഷ നേതാവിന് ആണത്തമുണ്ടെങ്കിൽ ആരോപണം തെളിയിക്കണമെന്ന് കടകംപള്ളി സുരേന്ദ്രൻ വെല്ലുവിളിച്ചു. ശബരിമലയിലെ സ്വർണം പൂശിയ ദ്വാരപാലക ശില്പം ഒരു കോടീശ്വരന്റെ വീട്ടിൽ കൊണ്ടുപോയി വിറ്റുവെന്ന ആരോപണം കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരുന്നു. എന്നാൽ അക്കാര്യം ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ അറിയാമായിരുന്നുവെന്നാണ് VD സതീശൻ ഇന്ന് ആരോപിച്ചത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, അന്നത്തെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് അറിയാം ഏത് കോടീശ്വരനാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പം വിറ്റിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകളിൽ പലതിലും ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന് നേരെ തുടക്കം മുതലേ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ ഗുരുതരമായ ആരോപണത്തിൽ സഭയിൽ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ മറുപടി നൽകി. കടുത്ത ഭാഷയിലാണ് കടകംപള്ളി VD സതീശനെ വെല്ലുവിളിച്ചത്. ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്. ആ വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് ആണത്തമുണ്ടെങ്കിൽ, തൻ്റെ ഇടമുണ്ടെങ്കിൽ, അഭിമാനമുണ്ടെങ്കിൽ ഈ ശബരിമലയിലെ ദ്വാരപാലക ശില്പം ഏത് കോടീശ്വരനാണ് കടകംപള്ളി സുരേന്ദ്രൻ വിറ്റതെന്ന് വ്യക്തമാക്കണം. അതേസമയം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ പുറത്തുവരുമ്പോൾ ആരാണ് യഥാർത്ഥ കുറ്റവാളികളെന്ന് തിരിച്ചറിയാനാകുമെന്നും അതുകൊണ്ടാണ് പ്രതിപക്ഷം അനാവശ്യ പുകമറ സൃഷ്ടിക്കുന്നതെന്നുമാണ് ഭരണപക്ഷം ആരോപിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കടകംപള്ളി സുരേന്ദ്രന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സ്വർണം മാറി ചെമ്പായത് കടകംപള്ളി മന്ത്രിയായിരിക്കുകയാണെന്ന് ഹൈക്കോടതി തന്നെയാണ് ശരിവെച്ചത്. ദേവസ്വം മന്ത്രിക്ക് എങ്ങനെ ഉത്തരവാദിത്തമില്ലാതാകും? ദ്വാരപാലക ശില്പം ആർക്ക് കൊടുത്തു എന്നത് കണ്ടെത്തേണ്ടത് അന്വേഷണ സംഘമാണ്. ആർക്കാണ് വിറ്റതെന്ന് കടകംപള്ളിക്കും CPM-നും അറിയാം. ദ്വാരപാലക ശില്പം ചെന്നൈയിൽ കൊണ്ടുപോയിട്ടില്ല. 40 ദിവസങ്ങൾക്ക് ശേഷം കൊണ്ടുപോയത് വ്യാജനാണ്. ശില്പം വിറ്റു എന്നറിഞ്ഞിട്ടും ക്രിമിനൽ കേസ് എടുക്കുന്നില്ലെന്നും VD സതീശൻ പറഞ്ഞു. ശബരിമലയിലെ ദ്വാരപാലക ശില്പം മദ്രാസിലേക്ക് അല്ല കൊണ്ടുപോയത്. മോൾഡ് ചെയ്ത് ഫേക്കായിട്ട് വ്യാജമായി മോൾഡ് ചെയ്ത് അതിനാണ് 40 ദിവസം നിന്നത്. ഇതൊക്കെ അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോഴാണ്. ഇവിടെ നിന്ന് ദേവസ്വം ബോർഡ് കൊടുത്തുവിട്ട ദ്വാരപാലക ശില്പം 40 ദിവസം കഴിഞ്ഞിട്ടാണ് ചെന്നൈയിലെത്തുന്നത്. ആ സാധനം അല്ല എത്തുന്നത്. ഹൈക്കോടതി പറയാതെ ഞങ്ങളുടെ ഊഹമായിരുന്നു ആദ്യം. ഇപ്പം അത് ശരിവെച്ചിരിക്കുകയാണ് ഹൈക്കോടതി. അപ്പോൾ ഈ സാധനം വലിയൊരു പർച്ചേസർക്ക് വിത്ത് എ സബ്സ്റ്റാൻഷ്യൽ മോണിറ്ററി കൺസിഡറേഷൻ എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രന്റെ ഏറ്റവും അടുത്താണ്. സ്വർണ്ണപ്പാളി വിഷയത്തിൽ വിരമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടി വിജിലൻസ് SP-യുടെ റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം സ്വീകരിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്ന കാര്യം ആവശ്യപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി 2024 തന്നെ വിളിച്ചിരുന്നു. കൊടുത്തുവിടരുതെന്ന് ബോർഡ് ഒറ്റക്കെട്ടായി തീരുമാനമെടുക്കുകയായിരുന്നു. രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന്റെ ഒരുക്കങ്ങൾക്കായി ശബരിമലയിലേക്ക് പോവുകയാണെന്നും PS പ്രശാന്ത് പറഞ്ഞു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നെ വിളിച്ചിരുന്നു. ഞാൻ ഇതിൻ്റെ ഫയൽ വന്നതിൻ്റെ ഒരു 2-3 ദിവസം ശേഷം എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ഞങ്ങളത് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതെങ്ങനെ കൊണ്ടുപോകും എന്ന് ചോദിച്ചു. ബോർഡാണ് തീരുമാനമെടുത്തത്. ബോർഡ് ഒറ്റക്കെട്ടായി അതങ്ങനെ കൊടുത്തുവിടാൻ പാടില്ല, എന്താണോ പ്രൊസീജിയർ മാനുവൽ അതനുസരിച്ച് പോകട്ടെ എന്ന് ബോർഡ് ഒറ്റക്കെട്ടായി തീരുമാനിക്കുകയായിരുന്നു. SP 10-ാം തീയതി റിപ്പോർട്ട് തരും. അതിനുശേഷം അതുണ്ടാവും. രാഷ്ട്രപതിയുടെ തീരുമാനം ഇന്നിപ്പോൾ 3 മണിക്ക് ചീഫ് സെക്രട്ടറി മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ദേവസ്വം ബോർഡ് കമ്മീഷണർ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തുന്നു. ഞാൻ ഇപ്പോൾ നേരെ ശബരിമലയിലേക്കാണ് പോകുന്നത്. നിങ്ങൾ ഈ വിവാദങ്ങളൊക്കെ ഇങ്ങനെ നടക്കട്ടെ. നിയമസഭയിൽ പ്രതിപക്ഷ അംഗത്തെ മുഖ്യമന്ത്രി ബോഡി ഷേമിംഗ് നടത്തിയെന്ന ആരോപണം. നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച അംഗത്തിന്റെ ഉയരക്കുറവിന് മുഖ്യമന്ത്രി പരിഹസിച്ചു എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്ന പ്രതിപക്ഷം സ്പീക്കർക്ക് രേഖാമൂലം പരാതി നൽകി. സാമൂഹ്യ മാധ്യമങ്ങളിലും മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനെതിരെ വിമർശനമുയരുകയാണ്. നിയമസഭയിൽ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുന്നതിനിടെ പ്രതിപക്ഷാംഗങ്ങളും വാച്ച് ആൻഡ് വാർഡും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രതിഷേധിക്കുകയായിരുന്ന പ്രതിപക്ഷാംഗത്തിന്റെ ഉയരക്കുറവിനെയാണ് മുഖ്യമന്ത്രി പരിഹസിച്ചത്. എൻ്റെ നാട്ടിലൊരു വർത്തമാനമുണ്ട്, 8 അട്ടി വെച്ച പോലെയാണ്. അത്രയും ഉയരം മാത്രമുള്ള ഒരാളാണ് ഇവിടെ വലിയ തോതിൽ പോയിട്ട് ആക്രമിക്കാൻ പുറപ്പെടുന്നത്. സ്വന്തം ശരീരശേഷി കൊണ്ടല്ലത്. സ്വന്തം ശരീരശേഷി അതിനൊന്നും പറ്റുന്നതല്ല എന്ന് കാണുമ്പോൾ എല്ലാവർക്കും അറിയാം.
പക്ഷേ നിയമസഭയുടെ പരിരക്ഷ വെച്ചുകൊണ്ട് വാച്ചൻവാർഡിനെ ആക്രമിക്കാൻ പോവുകയാണ്. അതും വനിതാ വാച്ചൻവാർഡിനെ അടക്കം ആക്രമിക്കാൻ തയ്യാറാകുന്ന നില സ്വീകരിക്കുകയാണ്. പിന്നാലെ കടുത്ത വിമർശനവുമായി പ്രതിപക്ഷാംഗങ്ങൾ രംഗത്ത് വന്നു. ഉയരം കുറഞ്ഞവരെ മുഖ്യമന്ത്രിക്ക് പരിഹാസമാണോ എന്നും ഏത് നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. ഉയരം കുറഞ്ഞ ആളുകളെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പുച്ഛമാണോ? ഉയരം കുറഞ്ഞ ആളുകളോട് അദ്ദേഹത്തിന് എന്താ ഇത്ര ഒരു ദേഷ്യവും ഒരു അവജ്ഞയും? ഇത് ബോഡി ഷെയ്മിംഗ് ആണ്. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന സഭാരേഖകളിൽ നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് കത്ത് നൽകി. മുഖ്യമന്ത്രി നടത്തിയ ബോഡി ഷെയ്മിംഗ് പരാമർശത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിലും വിമർശനം കടുക്കുകയാണ്. പുതുതായി നിയമസഭ എടുക്കേണ്ടവരുടെ അളവുകോലുകൂടി മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കണമെന്ന് നജീബ് കാന്തപുരം MLA ഫേസ്ബുക്കിലൂടെ തിരിച്ചടിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർക്ക് വെട്ടേറ്റു. താമരശ്ശേരിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു മരിച്ച 9 വയസ്സുകാരിയുടെ പിതാവ് സനൂപാണ് ഡോക്ടർ വിപിനെ വെട്ടിയത്. വിപിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച അനയയുടെ പിതാവ് സനൂപാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടറെ വെട്ടി പരിക്കേൽപ്പിച്ചത്. പരിക്കേറ്റ ഡോക്ടർ വിപിനെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡോക്ടറെ ആക്രമിച്ച സനൂപിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അക്രമി എത്തിയത് 2 മക്കളുമായാണ്. കുട്ടികളെ പുറത്തു നിർത്തിയാണ് സൂപ്രണ്ടിന്റെ റൂമിലെത്തിയത്. ആ സമയം സൂപ്രണ്ട് മുറിയിലുണ്ടായിരുന്നില്ല. സൂപ്രണ്ടിനെ ലക്ഷ്യം വെച്ചാണ് സനൂപ് എത്തിയത്. ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കയ്യിലൊരു ഇത്രയും നീളമുള്ള ഒരു കത്തിയായിട്ട് ഒരു കൊടുവാളുമായിട്ട് ഒരൊറ്റ വരവാണ്. എൻ്റെ മോളെ കൊന്ന് എന്ന് പറഞ്ഞ് ഒരൊറ്റ വെട്ട. അതിൽ കുറച്ചൊക്കെ ഞങ്ങൾക്കൊക്കെ ആൻറ്റിനൊക്കെ ഒന്ന് തടുക്കാൻ പറ്റി. ബാക്കി പിന്നെ സാറിൻ്റെ തലയ്ക്കാണ് കൊണ്ടുപോകുന്നത്. ആഴ്ചകൾക്ക് മുമ്പ് പനി ബാധിച്ച കുട്ടിയുമായി സനൂപ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെത്തിയിരുന്നു. പിന്നീട് അവിടെ വെച്ച് കുട്ടിക്ക് അസുഖം കൂടി. തുടർന്ന് കുട്ടിയെ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു. എന്നാൽ മെഡിക്കൽ കോളേജിൽ എത്തുന്നതിന് മുമ്പ് 9 വയസ്സുകാരിയായ അനയ മരിച്ചിരുന്നു. അനയ മരിച്ചത് താമരശ്ശേരി താലൂക്ക് ആശുപത്രി അധികൃതരുടെ അനാസ്ഥ മൂലമാണെന്ന് കുട്ടിയുടെ കുടുംബം ആരോപിച്ചിരുന്നു. മൂർച്ചയുള്ള വടിവാൾ ഉപയോഗിച്ചുള്ള വെട്ടേറ്റ ഡോക്ടർ വിപിന്റെ തലയോട്ടിയിൽ പൊട്ടലുണ്ട്. ആന്തരിക രക്തസ്രാവമില്ലെന്ന് ബേബി മെമ്മോറിയൽ ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. ആഴത്തിലുള്ള മുറിവാണ്. ആ സ്കാൽപ്പ് മുറിവുണ്ട്. അതുപോലെ തന്നെ തലയോട്ടിയിൽ ചെറിയൊരു കോർട്ടിക്കൽ ബ്രീച്ച് ഉണ്ട്. തലച്ചോറിൻ്റെ അകത്തേക്ക് പരിക്കില്ല. ആള് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒബ്സർവേഷനിലായിരിക്കും. ഹെഡ് ഇഞ്ചറി ഒബ്സർവേഷനിലാണ്. തലച്ചോറിൻ്റെ അകത്തേക്ക് ബ്ലീഡിംഗ് ഇല്ല. തലച്ചോറിൻ്റെ അകത്തേക്കില്ല, പുറത്താണ്. ഡോക്ടറുടെ തലയോട്ടിക്ക് ചെറിയ ശസ്ത്രക്രിയ വേണം. അണുബാധ ഉണ്ടാവാതിരിക്കാനാണ് ശസ്ത്രക്രിയ. വിപിനെ ന്യൂറോ സർജറി ICUവിലേക്ക് മാറ്റിയിട്ടുണ്ട്. രക്തസമ്മർദ്ദം ഉൾപ്പെടെ സാധാരണ നിലയിലാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. അമൃത ന്യൂസ്, കോഴിക്കോട്. കോഴിക്കോട് താമരശ്ശേരിയിൽ ഡോക്ടറെ ആക്രമിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് ജില്ലയിൽ പണിമുടക്കിനൊരുങ്ങി ആരോഗ്യ പ്രവർത്തകർ. നാളെ ജില്ലയിലെ എല്ലാ സർക്കാർ ആശുപത്രികളിലും പണിമുടക്കുമെന്ന് KGMOയെ അറിയിച്ചു. അത്യാഹിത വിഭാഗത്തെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കും. ഡോക്ടർക്കെതിരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഡോക്ടർക്കെതിരായ ആക്രമണം അത്യന്തം അപലപനീയമാണെന്നും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതാണെന്നും ആരോഗ്യമന്ത്രി പ്രതികരിച്ചു. സംഭവത്തിൽ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പ എഴുതി തള്ളാനാവില്ലെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ. കേന്ദ്ര നിലപാടിനെതിരെ കോടതി അസ്വസ്ഥത പ്രകടിപ്പിച്ചു. കേന്ദ്രത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളുടെ പട്ടിക നൽകാൻ നിർദ്ദേശം നൽകി. വയനാട് ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളണമെന്ന് കേന്ദ്രത്തോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ഇക്കാര്യത്തിൽ പ്രതികൂല നിലപാടാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ സ്വീകരിച്ചത്. ഇതിനെതിരെ രൂക്ഷ വിമർശനമാണ് കോടതി ഉന്നയിച്ചത്. കേന്ദ്ര സർക്കാർ കേരളത്തോട് ചിറ്റമ്മ നയമാണ് സ്വീകരിക്കുന്നതെന്ന് ഹൈക്കോടതി പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളോട് സ്വീകരിക്കുന്ന അതേ നിലപാട് കേരളത്തോടും സ്വീകരിക്കേണ്ടതെന്നും കോടതി ചോദിച്ചു. വായ്പ നൽകിയ ദേശസാൽകൃത ബാങ്കുകളുടെ പട്ടികയും കോടതി ആവശ്യപ്പെട്ടു. റിക്കവറി നടപടികൾ സ്റ്റേ ചെയ്യുവാൻ ഹൈക്കോടതിക്ക് അധികാരമുണ്ടെന്നും കോടതി ഓർമ്മിപ്പിച്ചു. വായ്പ എഴുതിത്തള്ളില്ലെന്ന റിസർവ് ബാങ്കിന്റെ സർക്കുലറാണ് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണുന്നത്. റിസർവ് ബാങ്കിന് മുകളിൽ കേന്ദ്ര സർക്കാരിന് അധികാരമില്ലേ എന്ന് കോടതി ചോദിച്ചു. ഇത്തരം സന്ദർഭങ്ങളിൽ കേന്ദ്ര സർക്കാർ ജനങ്ങളുടെ കൂടെയാണ് നിൽക്കേണ്ടതെന്നും ഹൈക്കോടതി പറഞ്ഞു. അമൃത ന്യൂസ്, കൊച്ചി. വയനാട് ദുരന്തത്തിലെ കേന്ദ്ര സർക്കാർ നിലപാടിൽ കടുത്ത പ്രതിഷേധം അറിയിച്ച് മന്ത്രി കെ രാജൻ. കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ ശത്രുത കോടതി തന്നെ തിരിച്ചറിഞ്ഞു. സഹായിക്കാൻ തയ്യാറല്ലെങ്കിൽ അത് ജനങ്ങളോട് നേരിട്ട് പറയൂ എന്നാണ് കോടതി പറഞ്ഞത്. കടങ്ങൾ എഴുതിത്തള്ളുന്നതിനുള്ള നിയമം പിൻവലിച്ചു എന്നാണ് കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. കേരളത്തോട് മാത്രമാണ് ഈ ചിറ്റമ്മ നയമെന്നും കോടതി വ്യക്തമാക്കി. കേന്ദ്രം ഈ നിലപാട് തുടർന്നാൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കാരുണ്യമല്ല കേരളം തേടുന്നത്, ന്യായമായ അവകാശമാണ്. ഇക്കാര്യത്തിൽ ക്ഷമയുടെ നെല്ലിപ്പലകയിലാണ് സംസ്ഥാനമെന്നും കെ രാജൻ പറഞ്ഞു.
കേരളത്തിലെ പ്രത്യേകിച്ച് ചൂരൽമലയിലെ ജനങ്ങൾക്ക് വേണ്ടി, സർക്കാരിനു വേണ്ടി കോടതി പറഞ്ഞു, കാരുണ്യമല്ല കേരളം നേടുന്നത്, നിങ്ങൾ കേരളത്തിൽ ലഭ്യമാകേണ്ട ന്യായമായ അവകാശമാണ്. വായ്പ എഴുതിത്തള്ളൽ കേന്ദ്രത്തിന്റെ അധികാര പരിധിക്ക് പുറത്താണെന്ന് പറഞ്ഞ കോടതിയിലെ കേന്ദ്ര ഗവൺമെന്റിന്റെ അഭിഭാഷകനോട് ഭരണഘടന വായിച്ചിട്ട് വരാൻ ഒരു കോടതി പറയുക. ഇതിനേക്കാൾ മോശമായിട്ടുള്ള എന്താണ് ഇനി കേന്ദ്രം കേൾക്കാനുള്ളത്? കേരളത്തിന്റെ സഹിഷ്ണുതയെ, ക്ഷമയെ പരീക്ഷിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ്. ദുബായിലും ദീപാവലി ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. ദുബായ് ഫെസ്റ്റിവൽ ആൻഡ് റീറ്റെയിൽ എസ്റ്റാബ്ലിഷ്മെന്റ്, ഇന്ത്യൻ കോൺസുലേറ്റ്, ടീം വർക്ക് ആർട്സ് എന്നിവർ സംയുക്തമായി നടത്തുന്ന ദീപാവലി ആഘോഷത്തിന് ഒക്ടോബർ 17 തുടക്കമാകും. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമായി വെടിക്കെട്ട്, സംഗീത നൃത്ത പരിപാടികൾ, ഇന്ത്യൻ സംസ്കാരം, പാരമ്പര്യം എന്നിവയെ അധികരിച്ചുള്ള ശില്പശാലകൾ എന്നിവ നടക്കും. UAE-യിലെ ഏറ്റവും വലിയ പ്രവാസി സംഘടനയായ FIO ഇവന്റ്സ് ഇന്ത്യൻ കോൺസുലേറ്റിന്റെ സഹകരണത്തോടെ ഒരുക്കുന്ന ദീപാവലി ആഘോഷം ഒക്ടോബർ 12-നാണ്. ദുബായ് എത്തിസലാത്ത് അക്കാദമി മൈതാനത്ത് നടക്കുന്ന പരിപാടിയിൽ 20-ലേറെ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പരമ്പരാഗത നൃത്തം, രംഗോലി എന്നിവ അരങ്ങേറും. ഹരിചരൺ, സുനിത സാരഥി എന്നിവർ നയിക്കുന്ന സംഗീത പരിപാടിയും ഉണ്ടാകും. ഷാർജ മലയാളി സമാജത്തിന്റെ ഓണാഘോഷം ഷാർജ സഫാരി മാളിൽ നടന്നു. പൂക്കളം, സമാജം അംഗങ്ങളുടെ കലാപരിപാടി, വിഭവ സമൃദ്ധമായ സദ്യ എന്നിവ ഉൾപ്പെടെയായിരുന്നു ആഘോഷങ്ങൾ. പിന്നണി ഗായകൻ രഞ്ജിത്ത് ഉണ്ണിയുടെ നേതൃത്വത്തിൽ ഗാനമേളയും അരങ്ങേറി. പ്രസിഡന്റ് പുഷ്പരാജ് ആദവനാടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമാപന യോഗത്തിൽ നടി ഷംന കാസിം മുഖ്യാതിഥിയായിരുന്നു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് പ്രദീപ് നെന്മാറ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ഡോക്ടർ സണ്ണി കുര്യനെ ആദരിച്ചു. CBSE ദേശീയ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ കൊച്ചി അമൃത വിശ്വവിദ്യാപീഠത്തിലെ വിദ്യാർത്ഥികൾക്ക് സുവർണ നേട്ടം. വ്യക്തിഗത ഇനത്തിൽ +2 വിദ്യാർത്ഥിയായ ശ്രീകാന്ത് സി മേനോൻ സ്വർണം നേടി. അണ്ടർ 19 ബോയ്സ് ടീം ഇവന്റ് ഇനത്തിൽ ശ്രീനാഥ് സി മേനോൻ, ഏബൽ ജോ മനോജ്, ശ്രീകാന്ത് സി മേനോൻ എന്നിവരടങ്ങുന്ന അമൃത വിദ്യാലയം ടീം CBSE ദേശീയ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടി. കഴിഞ്ഞ മാസം അവസാനം ഹരിയാനയിലെ സോനിപത്തിൽ നടന്ന അണ്ടർ 19 ബോയ്സ് ടീം ഇവന്റ് ഇനത്തിൽ മികച്ച നേട്ടം കൈവരിക്കാനായ സന്തോഷത്തിലാണ് ശ്രീനാഥും ശ്രീകാന്തും ഏബേൽ ജോയും. CBSE നാഷണൽ ടെന്നീസ് ചാമ്പ്യൻഷിപ്പാണ്. സോൺ സെലക്ഷൻ കഴിഞ്ഞിട്ട് പോയി കളിച്ചാണ് ഹരിയാനയിൽ. അത് ഞങ്ങൾ ടീം ഇവൻറ്റ് സിൽവർ അടിച്ചു, ഇൻഡിവിജ്വൽ ഇവൻറ്റ് ഗോൾഡും, രണ്ടും അണ്ടർ 19 ഇവൻറ്റ്. ഡബിൾസ് ആകുമ്പോൾ കോമ്പിനേഷൻ ഒക്കെ വരും. ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, കൂടെ കളിച്ച് പഴകിയൊരു കോമ്പിനേഷൻ. അപ്പോൾ നല്ലതായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ പ്ലേയേഴ്സിൻ്റെ കൂടെ കളിക്കാൻ പറ്റി. മറ്റു വേറെ പ്ലേയേഴ്സുണ്ട്. ശ്രീനാഥും ശ്രീകാന്തും ഇരട്ടകളാണ്. വർഷങ്ങളായി നടത്തിയ പരിശീലനത്തിന്റെ ഗുണം രണ്ടുപേരും ഒരുമിച്ച് നേടിയ സന്തോഷത്തിലാണ് പിതാവ് സജീവ്. സൗത്ത് സോൺ ടു ബാംഗ്ലൂർ ജെയിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്നപ്പോൾ തന്നെ സ്പോർട്സ് സ്കൂൾ തന്നെയാണ് ഡിഫീറ്റ് ചെയ്തത്. അത് ബുപ്പണ്ണ ടെന്നീസ് അക്കാഡമിയാണ് മെയിനായിട്ട്. അത് ഗോൾഡ് കിട്ടിയിരുന്നു. അന്ന് തന്നെ നമ്മൾ ഇത്തവണ നാഷണൽസിൽ ഗോൾഡ് കിട്ടണം എന്നുള്ള ഒറ്റ എയിം വെച്ച് മാത്രമാണ്. സിൽവർ പോലും വേണ്ട, ഗോൾഡ് കിട്ടിയാൽ മാത്രമേ നമുക്ക് എയിമുള്ളൂ എന്നുള്ളതിലാണ് പോയത്. ഓരോ മാച്ചും ഫസ്റ്റ് മാച്ച് തൊട്ട് തന്നെ ഫസ്റ്റ് 2 മാച്ചസ് ലീഗ് മാച്ചസൊക്കെ കുറച്ച് ഈസി ആയിരുന്നു. പിന്നെ ക്വാർട്ടർ ഫൈനൽ ഓൺവേർഡ്സ് നല്ല നാഷണൽ പ്ലേയേഴ്സ് ആയിരുന്നു എല്ലാ സ്കൂളിൽ നിന്നും ഉള്ളത്. മാക്സിമം സപ്പോർട്ട് കൊടുത്തുകൊണ്ടാണ് ഇത് മുമ്പോട്ട് പോയത്. തുടക്കം മുതൽ 10 വയസ്സ് മുതൽ തുടങ്ങിയതാണ് ഈ എയിം. അതിപ്പോൾ ഡിസ്ട്രിക്ട് ചാമ്പ്യൻ, സ്റ്റേറ്റ് ചാമ്പ്യൻ, ശ്രീകാന്ത് കുറേ നാഷണൽ ഐറ്റ ടൂർണമെൻറ്റ്സ് കുറേ 2-3 വിൻ ചെയ്യുന്നുണ്ട് ചെന്നൈയിലൊക്കെ. പഠനത്തോടൊപ്പം മറ്റു കഴിവുകൾ വികസിപ്പിക്കാൻ കൊച്ചി അമൃത വിശ്വവിദ്യാപീഠത്തിലെ അധ്യാപകരുടെ പിന്തുണ ഏറെ സഹായിച്ചുവെന്ന് ഏബേൽ ജോ മനോജിന്റെ അമ്മ വിനീത പറഞ്ഞു. ഇപ്പം 10th-ലാണ്, അപ്പം അതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പം CBSE കളിക്കാൻ പോകുമ്പം ശ്രീകാന്തും ശ്രീനാഥും എന്ന് പറഞ്ഞാൽ അവർ 3 പേരും നല്ല പ്ലെയേഴ്സാണ്. അപ്പം നല്ല സ്ട്രോങ് ടീമാണ് ഇവർ. നാഷണൽസിൽ ടോപ്പ് റാങ്ക് ഉള്ള പ്ലെയേഴ്സിൻ്റെ കൂടെയാണ് ഇവർ ഫൈനൽസിൽ കളിച്ചത് തന്നെ. അപ്പം അമ്മയ്ക്കൊരു പിറന്നാൾ സമ്മാനം കൊടുക്കണമെന്ന് മക്കൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. സ്കൂൾ ഇതുപോലൊരു സപ്പോർട്ട് തന്നില്ലെങ്കിൽ കുട്ടികൾക്ക് ഇങ്ങനെ മാച്ച് കളിക്കാൻ പോകാനോ ഒന്നും പറ്റില്ല. അപ്പം ടീച്ചർ, പ്രിൻസിപ്പൽ മാമാണേലും ഗീത മാമാണേലും എല്ലാവരും നല്ല സപ്പോർട്ടീവാണ് ടീച്ചേഴ്സ് എല്ലാം. പാഠ്യേതര പ്രവർത്തനങ്ങൾക്കൊപ്പം പഠനത്തിലും മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾ സ്കൂളിന്റെ അഭിമാനമാണെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ മനോരഞ്ജിനി വി പറഞ്ഞു. ഇത് അമ്മയുടെ പിറന്നാളിൻ്റെ അന്നാണ് ഇവരുടെ കളി ഉണ്ടായിരുന്നതും. ഞാൻ അമ്മയുടെ ഫ്രണ്ടിൽ വേദിയിലിരിക്കുന്ന സമയത്ത്, സദസ്സിലിരിക്കുന്ന സമയത്ത്, അമ്മ വേദിയിലിരിക്കുന്ന സമയത്താണ് എനിക്കൊരു മെസ്സേജ് വരുന്നത്, ഇവരിതേപോലെ അച്ചീവ് ചെയ്തു എന്ന്. ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ അനുഗ്രഹം മാത്രമാണ് ഈ ഒരു അച്ചീവ്മെൻറ്റിന് പിന്നിലുള്ളത്.
പിന്നെ കുട്ടികൾക്ക് പലതരത്തിലുള്ള ടാലൻ്റാണ് കുട്ടികൾക്ക്, എല്ലാവർക്കും ഒരേ ടാലൻ്റ് അല്ല. അപ്പോൾ അതനുസരിച്ച് നമ്മളവരെ സപ്പോർട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ നമ്മളുടെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. അവരുടെ ഒരു പ്രത്യേകത, ഈ കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ ഒരു റോൾ മോഡലാണ്. അവർ പഠിത്തത്തിലും അതേപോലെ തന്നെ ഡിസിപ്ലിൻഡാണ്. അവർ ഒരു പ്രശ്നവുമില്ല. ഇത്രയും അവരുടെ ക്ലാസ് മിസ്സായി, അവർ നാഷണൽസിൽ പങ്കെടുത്തു, റീജിയനിൽ പങ്കെടുത്തു, എന്നാൽ പോലും പഠിത്തത്തിൽ ഒട്ടും പുറകോട്ടല്ല എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. മറ്റു കുട്ടികൾക്ക് തീർച്ചയായിട്ടും റോൾ മോഡലാണ് ഈ 3 മക്കളും. അമൃത ന്യൂസ്, കൊച്ചി. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.